ടെലിവിഷൻ അതുപോലെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു ആധിപത്യം വന്നതിന് ശേഷമുള്ള ഒരു ക്രിക്കറ്റിൻ്റെ ചരിത്രം എടുത്താൽ, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രം എടുത്താൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ആവേശകരമായിട്ട് പിന്തുടർന്നിട്ടുള്ളൊരു കളിക്കാരനാണ് വിനോദ് കാംബ്ലി. അതായത് കാംബ്ലിയെക്കുറിച്ച് അന്നത്തെ മീഡിയയൊക്കെ, പ്രത്യേകിച്ചും പത്രങ്ങളുടെ ഒരു ക്രിക്കറ്റ് എഴുത്തിൻ്റെ ഏറ്റവും നല്ല കാലവുമായിരുന്നു. അതിപ്പം സ്പോർട്സ് സ്റ്റാർ ആയാലും അങ്ങനെയുള്ള സംഗതികളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെട്ടിട്ടുള്ള ഒരു കളിക്കാരനാണ്. കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏതാണ്ട് 54.2 ആവറേജ് ഉണ്ടാവുക, ഏറ്റവും പെട്ടെന്ന് 1000 റൺസ് എടുക്കുക, മാത്രമല്ല സച്ചിൻ തെണ്ടുൽക്കറായി ചേർന്നിട്ടൊരു 664 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട്, ഇതൊക്കെ അതിലും വലിയൊരു ഹൈപ്പ് കിട്ടാനുമില്ല. അപ്പം അങ്ങനെയുള്ള കാംബ്ലിയുടെ ഒരു പതനം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പെട്ടെന്നാണ് കാംബ്ലി എന്നുള്ള ഒരു വലിയ പ്രതിഭാസം അസ്തമിച്ചു പോകുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കാംബ്ലി ഇങ്ങനെ ഒരു വളരെയധികം എന്താ പറയുക, നമുക്ക് ഇത്തരം ഒരു പ്രൊഫഷണൽ ഹൈറ്റിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ മദ്യപാനത്തിൻ്റെ ഒരു വളരെ നിരാശാജനകമായ ഒരു കുഴിയിലേക്ക് വീഴുന്നതും, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കപിലിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും 15ാമത്തെ തവണ റീഹാബിലിറ്റേഷൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. കാംബ്ലിയായിട്ട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് കാംബ്ലിയുടെ ഒരു പതനത്തിന് കാരണം? പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പം സച്ചിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. സച്ചിൻ്റെ കൂടെയുള്ള ആ ഒരു കൂട്ടുകെട്ട്, അവർ സ്കൂൾ തൊട്ട് ഒരുമിച്ച് കളിച്ചതാണ്. പക്ഷെ സച്ചിൻ, രാഹുൽ ദ്രാവിഡ്, ലക്ഷ്മൺ, കുംബ്ലെ, ഗാംഗുലി ഇവർക്കൊക്കെ ഫാമിലിയുടെ അടുത്തുനിന്ന് വളരെ നല്ല സപ്പോർട്ടും ഉപദേശവും കിട്ടിയിട്ടുണ്ടായിരുന്നു. കാംബ്ലിക്ക് അതുണ്ടായിരുന്നില്ല. കാംബ്ലി പെട്ടെന്ന് ഒരു താരമായപ്പോൾ, അതും ഇന്ത്യൻ ക്രിക്കറ്റിൽ ആ സമയത്ത് പെട്ടെന്ന് പൈസ വരിക ചെയ്ത്. ഇപ്പോൾ ഗവാസ്കറിൻ്റെയോ കപിൽ ദേവിൻ്റെയോ കാലത്ത് അങ്ങനത്തെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു ആഡ് കിട്ടുക എന്നല്ലാതെ ഇപ്പോഴത്തെ പോലത്തെ ഒരു കോടീശ്വരന്മാരുടെ പോലത്തെ ഒരു ജീവിതമൊന്നും അവർക്ക് ചിന്തിക്കാനും കൂടി പറ്റില്ലായിരുന്നു. അതൊരു സച്ചിൻ, കാംബ്ലി, ആ ഒരു തലമുറ, അസ്രുദ്ദീൻ, ആ ഒരു തലമുറയുടെ കൂടെയാണ് പൈസ പെട്ടെന്ന് വന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ. അപ്പം അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യം വന്നു കാംബ്ലിയുടെ കാര്യത്തിൽ. പിന്നെ ഈ പലർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോളിലൊക്കെ പല കളിക്കാർക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ചെറുപ്പത്തിൽ കുറേ പൈസ കിട്ടുമ്പോൾ, ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനായ റോയ് കീനൊക്കെ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ പുറത്തു പോയി എല്ലാ ദിവസവും കള്ളു കുടിക്കുക ടീംമേറ്റ്സിൻ്റെ കൂടെ, പിന്നെ എങ്ങനെ അടുത്ത കളി നന്നായി കളിക്കുക. അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഒരു കളിക്കാരന് മനസ്സിലാവും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തി ഇനി കളി കഴിയണ വരെ എൻ്റെ സ്വഭാവം മാറ്റണം എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു ചിന്ത വരും നമ്മുടെ മനസ്സിൽ. കാംബ്ലിയുടെ കാര്യത്തിൽ അത് ഒരിക്കലും വന്നില്ല. ഇപ്പം ഞാൻ മുംബൈയിൽ എൻ്റെ ആദ്യത്തെ ജോലി ചെയ്യണ സമയത്ത് അവിടെ ആ സമയത്ത് ജുഹുവിൽ J49 എന്ന് പറഞ്ഞൊരു നൈറ്റ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ പണി കഴിഞ്ഞാൽ അവിടെ പോവും. അവിടെ സ്ഥിരം കുറ്റിയായിരുന്നു കാംബ്ലി. അപ്പം പിറ്റേന്ന് കളി ഉണ്ടെങ്കിലും കൂടി 3 മണി 4 മണി വരെയൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് സോഡയൊന്നും അല്ല കുടിക്കേണ്ടത്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മുടെ കൺമുമ്പിൽ കാണാം. അപ്പം അത് കഴിഞ്ഞിട്ടൊരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോഴേക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഇനി തിരിച്ചു വരവൊന്നും ഉണ്ടാവില്ല എന്ന്. പലതവണയും ശ്രമിച്ചു. ആദ്യം മുംബൈ ടീമിൽ, പിന്നെ ഇന്ത്യയിലേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ഈ എന്താ പറയുക, ഒരു ദ്രാവിഡ്, ലക്ഷ്മൺ, ഗാംഗുലി ആ ഒരു തലമുറ വന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അപ്പോഴേക്കും യുവരാജ് സിംഗ് ഇവരൊക്കെ വന്നിരിക്കുന്നു. കാംബ്ലിയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എൻ്റെ കുറ്റാന്ന് സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യരില്ല, ഞാനും നിങ്ങളും എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ ചെയ്തു എന്ന് അംഗീകരിക്കണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ഈ പിഴവ് പറ്റിയിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു, ഇനി മുന്നോട്ട് പോവാം. അതൊരിക്കലും കാംബ്ലിയുടെ ഭാഗത്തു നിന്ന് അത് വരില്ല. എപ്പോഴും വേറെ ആരുടെയെങ്കിലും പ്രശ്നം, ആ കോച്ച് എന്നോട് ശരിക്കും പെരുമാറിയില്ല, അല്ലെങ്കിൽ ആ കളിക്കാരൻ എന്നോട് തെറ്റായി പെരുമാറി, ഒരിക്കലും എൻ്റെ കുഴപ്പമില്ല. രണ്ട് പ്രശ്നങ്ങൾ അവിടെ നമുക്ക് ചോദിക്കാവുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം വളരെ മോശമായ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് വളരെ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പല ലേയേഴ്സ് എടുത്ത് നോക്കുകയാണ്. ഇപ്പം വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒക്കെ കളിക്കാർ അവരൊക്കെ പക്ഷേ ഒരു കൃത്യമായ ഡിസിപ്ലിൻ അവരെ കൊണ്ടുവരുന്നുണ്ട്. കളിയുടെ സ്പോർട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ടീം മാനേജ്മെൻറ്റിനെ കഴിയുന്നില്ല. വളരെ അർഗൻ്റായിട്ടൊക്കെ പെരുമാറുകയും അങ്ങനെ പെരുമാറേണ്ടി വരുന്ന അവസ്ഥകളിലും കൂടി കടന്നു പോകുന്ന ബ്ലാക്ക്
ടീമൊക്കെയാണ്. പക്ഷെ അവർ കളിയുടെ കാര്യത്തിൽ അവർ കാണിക്കുന്ന പിന്നെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അവരെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇപ്പം കാംബ്ലിയെ പോലുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയിലുള്ള ഒരു സോഷ്യൽ ഹൈറാർക്കി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാസ്റ്റ് ഹൈറാർക്കി, നിറത്തിൻ്റെ ഹൈറാർക്കി ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെക്കിങ് ഏതെങ്കിലും കാലത്ത് കാംബ്ലിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഇത്തരത്തിലുള്ള ഒരു വഴിമാറി നടപ്പിനെ നല്ലൊരു ശീലത്തിലേക്ക് അല്ലെങ്കിൽ നല്ല ഡിസിപ്ലിനിലേക്ക്, ക്രിക്കറ്റിന് അത്യാവശ്യമായിട്ടും വേണ്ടേ ഒരു സ്പോർട്ടിങ് ഇതിൽ വേണ്ടേ അത്തരം ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം എപ്പോഴെങ്കിലും നടന്നതായിട്ട് അറിയൂ? പലപ്പോഴും നടന്നിട്ടുണ്ട്. ഇപ്പം അജിത് വടേക്കർ തൊട്ട് പല ആൾക്കാരും, സച്ചിൻ, കോച്ചായിരുന്ന രമകാന്ത് അച്രേക്കർ, ഇവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ വെസ്റ്റ് ഇൻഡീസിനെ പറഞ്ഞ നല്ലൊരു ഉദാഹരണം എന്താ വെച്ചാൽ, അവിടെ ഞാൻ പലരോടും സംസാരിച്ചു. ഞാൻ അവിടെ സഞ്ചരിക്കുന്ന സമയത്ത് PN ബിഷപ്പ് ആയാലും ഹോൾഡിംഗ് ആയാലും ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം, അവിടെ വഴി തെറ്റാതിരിക്കാനൊരു കാരണം അവരുടെ ക്ലബ് ക്രിക്കറ്റുകാരനായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ എത്ര വലിയ കളിക്കാരനായാലും ക്ലബ് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രായമായൊരു താപ്പാനുണ്ടാവും. അവർ നമ്മളെ ആ വരയ്ക്ക് നിർത്തും. നിങ്ങൾ ഈ ഒരു ലിമിറ്റിനപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഈ ചെറുപ്പക്കാർ കേൾക്കും ചെയ്യും. എന്താ വെച്ചാൽ അവർ പണ്ട് വെസ്റ്റ് ഇൻഡീസിന് കളിച്ച കളിക്കാരായിരിക്കും, അല്ലെങ്കിൽ ആ ഐലൻഡിന് വേണ്ടി കളിച്ചവരായിരിക്കും, ബാർബഡോസ് ആയാലും ജമൈക്ക, ഏതാ സ്ഥലം വെച്ചാലും. അപ്പം ഈ കളിക്കാരുടെ കൂടെ കളിച്ചത് കാരണം ആ ഒരു എന്താ പറയുക ഒരു ബാലൻസ് പോലെ കിട്ടി. കാംബ്ലിയും സച്ചിനും ഒക്കെ വന്നപ്പോഴേക്കും ആ ഒരു ക്ലബ് ക്രിക്കറ്റ് ആ ഒരു കൾച്ചറിന് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ. എന്നുവെച്ചാൽ പിന്നെ കലണ്ടർ അത്രയും ഫുള്ളായിട്ട് ഇൻ്റർനാഷണൽ മാച്ച് കളിക്കാൻ മാത്രമേ സമയമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മറ്റേ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഷൂട്ടിന് പോകണം, അങ്ങനെയൊക്കെ ആ ഒരു ജീവിതശൈലി തന്നെ മാറി. പിന്നെ പറഞ്ഞ സോഷ്യലായിട്ടുള്ള പല ഫാക്ടേഴ്സും ഉണ്ട്, ശരിയാണ്. പക്ഷെ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. പല ആൾക്കാരും ശ്രമിച്ചു, പക്ഷെ അവസാനം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഇപ്പോൾ ഇതിലേറ്റവും ഒരു നല്ല ഉദാഹരണം ജോർജ് ബെസ്റ്റാണ്. ജോർജ് ബെസ്റ്റിൻ്റെ കാര്യത്തിൽ ശ്രമിക്കാത്ത ആൾക്കാരില്ല. പക്ഷെ തനിക്ക് കുടിച്ച് മരിക്കണം എന്ന് തന്നെ തീരുമാനിച്ച ഒരു മനുഷ്യനെ ആർക്കും തടയാൻ പറ്റില്ല. അതാണ് ജോർജ് ബെസ്റ്റിന് പറ്റിയത്.